Chapter 11 Thermal Properties of Matter Part 2 Specific Heat Capacity at Constant Pressure represent in the CP and the letter ഉപയോഗിച്ചിട്ട് It is the heat required to rise the temperature of unit mass of gas at constant pressure through 1 Kelvin. അപ്പോൾ specific capacity at constant pressure എന്ന് പറഞ്ഞാൽ constant പ്രഷറിലുള്ള യൂണിറ്റ് മാസ് ഓഫ് ഗ്യാസിൻ്റെ ടെമ്പറേച്ചർ 1 കെൽവിൻ ഉയർത്താൻ ആവശ്യമായിട്ടുള്ള ഹീറ്റ്. ആ ഹീറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്പെസിഫിക് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. ഇനി അടുത്തത് സ്പെസിഫിക് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് വോളിയം ആണ്, CV. ഇറ്റ് ഈസ് ദ ഹീറ്റ് റിക്വയർഡ് ടു റൈസ് ദ ടെമ്പറേച്ചർ ഓഫ് യൂണിറ്റ് മാസ് ഓഫ് ഗ്യാസ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം ത്രൂ 1 കെൽവിൻ. അപ്പോൾ കോൺസ്റ്റന്റ് വോളിയത്തിലുള്ള യൂണിറ്റ് മാസ് ഓഫ് ഗ്യാസിന്റെ ടെമ്പറേച്ചർ 1 കെൽവിൻ ഉയർത്താൻ ആവശ്യമായ ഹീറ്റ്. ആ ഹീറ്റിനെ വിളിക്കുന്ന പേരാണ് സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം. നെക്സ്റ്റ്, CP ഈസ് ഗ്രേറ്റർ ദാൻ CV. സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ഈസ് ഗ്രേറ്റർ ദാൻ സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം. എങ്ങനെയാണെന്ന് നോക്കാം. വെൻ എ ഗ്യാസ് ഈസ് ഹീറ്റഡ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ, heat supplied is used to increase its internal energy and to do some external work. അപ്പോൾ ഒരു ഗ്യാസിനെ കോൺസ്റ്റന്റ് പ്രഷറിലാണ് ഹീറ്റ് ചെയ്യുന്നതെങ്കിൽ ആ സപ്ലൈ ചെയ്യുന്ന ഹീറ്റ് 2 കാര്യങ്ങൾക്കായിട്ട് യൂസ് ചെയ്യുന്നു. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ടു ഇൻക്രീസ് ഇറ്റ്സ് ഇന്റേണൽ എനർജി ആൻഡ് ടു ഡു സം എക്സ്റ്റേണൽ വർക്ക്. അപ്പോൾ ഇന്റേണൽ എനർജി ഇൻക്രീസ് ചെയ്യാനും എക്സ്റ്റേണൽ വർക്ക് ചെയ്യാനും വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. When a gas is heated at constant volume, heat supplied is used only to increase its internal energy. എന്നാൽ ഗ്യാസിനെ കോൺസ്റ്റന്റ് വോളിയത്തിലാണ് നമ്മൾ ഹീറ്റ് ചെയ്യുന്നതെങ്കിൽ ആ ഹീറ്റ് സപ്ലൈ ചെയ്യുന്നത് എന്തിനു വേണ്ടി മാത്രമാണ് യൂസ് ചെയ്യുന്നത്? ഇന്റേണൽ എനർജി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? സോ CP ഈസ് ഗ്രേറ്റർ ദാൻ CV. അപ്പൊ CP ആവുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട് പറഞ്ഞാൽ 2 കാര്യങ്ങൾക്ക് യൂസ് ചെയ്യുന്നു. ഇന്റേണൽ എനർജിക്കും എക്സ്റ്റേണൽ വർക്കിനും യൂസ് ചെയ്യുന്നുണ്ട്. എന്നാൽ CV ആണെങ്കിൽ internal energy increase ചെയ്യാൻ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. So we can say that CP is greater than CV. ഇനി 3 ടൈപ്പ് ഹീറ്റ് ട്രാൻസ്ഫറുകൾ ഏതൊക്കെയാണ് നോക്കുക. കണ്ടക്ഷൻ, കൺവെക്ഷൻ ആൻഡ് റേഡിയേഷൻ. എന്താണ് കണ്ടക്ഷൻ? ഹീറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രം വൺ പോയിന്റ് ടു അനദർ ബൈ ആക്ച്വൽ കൊളീഷൻ ഓഫ് ആറ്റംസ്. അപ്പൊ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് എങ്ങനെയാണ്? കൊളീഷൻ ഓഫ് ആറ്റംസിന്റെ ഫലമായിട്ടാണ്. അപ്പൊ മെറ്റൽസിലൊക്കെ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത് കണ്ടക്ഷന്റെ ഭാഗമായിട്ടാണ്. ഇനി എന്താണ് കൺവെക്ഷൻ നോക്കാം. ഹീറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ബൈ ദ ആക്ച്വൽ മൂവ്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ്. ഇപ്പൊ ഇവിടെ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്താണ്? പാർട്ടിക്കിളിന്റെ ആക്ച്വൽ മൂവ്മെന്റ് പ്രകാരമാണ്. അതിന് എക്സാമ്പിൾ ആണ് സീ ബ്രീസ്, അതുപോലെ തന്നെ ലാൻഡ് ബ്രീസ് മുതലായവ. കടൽക്കാറ്റ്, കരക്കാറ്റ് എന്ന് പറയുന്നത് കൺവെക്ഷൻ കറണ്ടുകളാണ്. ഇനി എന്താണ് റേഡിയേഷൻ? ഹീറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് വിത്തൗട്ട് പ്രസൻസ് ഓഫ് മീഡിയം. മീഡിയം ഇല്ലാതെ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നു, അതാണ് റേഡിയേഷൻ. എക്സാമ്പിൾ ഏതാണ്? ഹീറ്റ് ഫ്രം സൺ. സണ്ണിൽ നിന്ന് ഹീറ്റ് വരുന്നത് റേഡിയേഷന്റെ ഭാഗമായിട്ടാണ്. എന്താണ് തെർമൽ കണ്ടക്ടിവിറ്റി? ഒരു ഫോർമുലയാണ്. Q is equal to Ka into θ1 minus θ2 divided by D. ഇതിൽ Q എന്ന് പറയുന്നത് ഹീറ്റ് ആണ്, θ1 മൈനസ് θ2 ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ്, A ഏരിയ ആണ്, D ഡിസ്റ്റൻസ് ആണ്, അതുപോലെ തന്നെ K is called തെർമൽ കണ്ടക്ടിവിറ്റി. Kനെ വിളിക്കുന്ന പേരാണ് തെർമൽ കണ്ടക്ടിവിറ്റി. Then what is black body? It absorbs all the radiations incident on it. ഒരു ബ്ലാക്ക് ബോഡിയുടെ പ്രത്യേകത ആണ് അതിന്റെ മുകളിൽ വന്ന് പതിക്കുന്ന എല്ലാ റേഡിയേഷൻസിനെ അത് എന്ത് ചെയ്യുന്നു? അബ്സോർബ് ചെയ്യുന്നു. വീൻസ് ഡിസ്പ്ലേസ്മെന്റ് ലോ, അതൊരു ഇക്വേഷൻ ആണ്. ലാംഡ m into T ഈസ് എ കോൺസ്റ്റന്റ്. അതിനാണ് വീൻ ഡിസ്പ്ലേസ്മെന്റ് ലോ എന്ന് പറയുന്നത്. ഇതിൽ ലാംഡ m വേവ് ലെങ്ത് ആണ്, T അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ആണ്. അപ്പൊ വേവ് ലെങ്ത്തും അബ്സല്യൂട്ട് ടെമ്പറേച്ചറും തമ്മിലുള്ള പ്രോഡക്റ്റ് ഒരു കോൺസ്റ്റന്റ് ആണ്. അതിനെ വിളിക്കുന്ന പേരാണ് വീൻസ് ഡിസ്പ്ലേസ്മെന്റ് ലോ. അടുത്ത എന്താണ്? എമിസീവ് പവർ നോക്കാം. ഇറ്റ് ഈസ് ദ ഹീറ്റ് എമിറ്റഡ് പെർ സെക്കൻഡ് പെർ യൂണിറ്റ് ഏരിയ. ഹീറ്റ് എമിറ്റഡ് പെർ സെക്കൻഡ് പെർ യൂണിറ്റ് ഏരിയ. അത് യൂണിറ്റ് ഏരിയയിൽ യൂണിറ്റ് സെക്കൻഡിൽ എത്ര ഹീറ്റാണ് എമിറ്റ് ചെയ്യുന്നത് അതിനെ വിളിക്കുന്ന പേരാണ് എമിസീവ് പവർ. ഇനി അബ്സോർപ്റ്റീവ് പവർ എന്ന് പറഞ്ഞാൽ ഹീറ്റ് അബ്സോർബ്ഡ് ബൈ ദ സർഫസ് ഡിവൈഡഡ് ബൈ ഹീറ്റ് ഇൻസിഡന്റ് ഓൺ ഇറ്റ്. റേഷ്യോ ആണ്. ഹീറ്റ് അബ്സോർബ്ഡ് ബൈ ദ സർഫസ് ഡിവൈഡഡ് ബൈ heat incident on it is called absorptive power. എന്താണ് Kirchhoff's law നോക്കാം.
emissive power by absorptive power is equal to emissive power of a black body. Emissive power absorptive power തമ്മിലുള്ള റേഷ്യോ എന്തിന് ഈക്വൽ ആണ്? എമിസീവ് പവർ ഓഫ് എ ബ്ലാക്ക് ബോഡിക്ക് ഈക്വൽ ആണ്. ഈ ലോനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കിർച്ചോഫ്സ് ലോ. ഇനി സ്റ്റെഫാൻസ് ലോ ഓഫ് റേഡിയേഷൻ, അതൊരു ഇക്വേഷൻ ആണ്. EB is equal to sigma T raised 4. ഇതിൽ EB എന്ന് പറഞ്ഞാൽ ഹീറ്റ് റേഡിയേറ്റഡ് പെർ സെക്കൻഡ് പെർ യൂണിറ്റ് ഏരിയ, ഹീറ്റ് റേഡിയേറ്റഡ് പെർ സെക്കൻഡ് പെർ യൂണിറ്റ് ഏരിയ. അതുപോലെ തന്നെ സിഗ്മ സ്റ്റെഫാൻസ് കോൺസ്റ്റന്റ് ആണ്, T അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ആണ്. അപ്പൊ EB is equal to sigma T raised 4 ആണ് സ്റ്റെഫാൻസ് ലോ ഓഫ് റേഡിയേഷൻ. ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്, rate of cooling is directly proportional to mean difference between temperature of the body and its surroundings. Rate of cooling, അതായത് യൂണിറ്റ് സമയത്തിൽ എത്രയാണ് കൂളിംഗ് നടക്കുന്നത്, അത് എന്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്? മീൻ ഡിഫറൻസ് ബിറ്റ്വീൻ ടെമ്പറേച്ചർ ഓഫ് ദി ബോഡി ആൻഡ് സറൗണ്ടിങ്. അപ്പോൾ മീൻ ടെമ്പറേച്ചർ ഓഫ് ദി ബോഡിയും സറൗണ്ടിങ്ങും തമ്മിലുള്ള ഡിഫറൻസിന് ഈക്വൽ ആണ് റേറ്റ് ഓഫ് കൂളിംഗ്. അതാണ് പറയുന്നത്. അതിനെ നമുക്കൊരു ഇക്വേഷൻ ആയിട്ട് പറയാം. dq/dt പ്രൊപ്പോർഷണൽ ടു T1 പ്ലസ് T2/2 ഡിവൈഡഡ് ബൈ TS. ഇതിൽ dq/dt എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് കൂളിംഗ് ആണ്, T1 പ്ലസ് T2/2 എന്ന് പറഞ്ഞാൽ മീൻ ടെമ്പറേച്ചർ ഓഫ് ദി ബോഡി ആണ്, അതുപോലെ തന്നെ TS എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ഓഫ് ദി സറൗണ്ടിങ് ആണ്. ഇനി എന്താണ് സോളാർ കോൺസ്റ്റന്റ്? ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് സോളാർ എനർജി റിസീവ്ഡ് പെർ സെക്കൻഡ് പെർ യൂണിറ്റ് ഏരിയ. അപ്പോൾ ഒരു യൂണിറ്റ് ഏരിയയിൽ യൂണിറ്റ് സെക്കൻഡിൽ റിസീവ് ചെയ്യുന്ന സോളാർ എനർജീനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സോളാർ കോൺസ്റ്റന്റ്. വാട്ടറിന്റെ ചില പ്രോപ്പർട്ടീസ് ആണ്. വാട്ടർ ഹാസ് മാക്സിമം ഡെൻസിറ്റി അറ്റ് 4 ഡിഗ്രി സെന്റിഗ്രേഡ്. മാക്സിമം ഡെൻസിറ്റി വാട്ടറിന് വരുന്നത് 4 ഡിഗ്രി സെന്റിഗ്രേഡിലാണ്. ലേക്സ് ആൻഡ് പോൺസ് ഫ്രീസ് അറ്റ് ദ ടോപ്പ് ഫസ്റ്റ്. ലേക്സും പോൺസും ഫ്രീസ് ചെയ്യുന്നത്, ഐസായി മാറുന്നത് മുകളിൽ നിന്ന് താഴത്തേക്കാണ്. As the lake cools towards 4 degree centigrade, water becomes denser and sinks. അപ്പോൾ വാട്ടർ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ, ഇപ്പോൾ തണുപ്പുള്ള സ്ഥലങ്ങളിൽ ടെമ്പറേച്ചർ 4 ഡിഗ്രി സെന്റിഗ്രേഡ് എത്തുന്ന സമയത്ത് വാട്ടറിന്റെ ഡെൻസിറ്റി കൂടുതലായിരിക്കും, അപ്പോൾ അത് താഴത്തേക്ക് പോകും. However, when cold water on the top reaches below 4 degree centigrade, എന്നാൽ ഈ മുകളിലുള്ള ആ വാട്ടർ 4 ഡിഗ്രി സെന്റിഗ്രേഡിന് ബിലോയിലേക്ക് ടെമ്പറേച്ചർ പോയി കഴിഞ്ഞാൽ അതിന്റെ ഡെൻസിറ്റി ബിക്കംസ് ലെസ്. ഇറ്റ് ബിക്കംസ് ലെസ് ഡെൻസ് ആൻഡ് റിമെയിൻസ് അറ്റ് ദ സർഫസ് ആൻഡ് ഫ്രീസസ്. അപ്പോൾ 4 ഡിഗ്രി സെന്റിഗ്രേഡിലും താഴെ ടെമ്പറേച്ചർ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഡെൻസിറ്റി കുറവായിരിക്കും. ഡെൻസിറ്റി കുറവാകുമ്പോൾ മുകളിൽ തന്നെ നിൽക്കും, അപ്പോൾ അത് എന്ത് ചെയ്യുന്നുണ്ട്? ഫ്രീസ് ചെയ്യുന്നുണ്ട്. സോ അക്വാറ്റിക് അനിമൽസ് ആർ പ്രൊട്ടക്റ്റഡ്. അപ്പോൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ വെള്ളത്തിൽ ഉള്ളിലുള്ള ആ അനിമൽസ് ഒക്കെ പ്രൊട്ടക്ട് ചെയ്യപ്പെടും. കാരണം എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്ന് താഴത്തേക്കാണ്. അപ്പോൾ നമുക്കറിയാം ഐസ് കോൾഡ് കൺട്രീസിലൊക്കെ വെള്ളം ഫ്രീസ് ചെയ്യുന്നത് മുകളിൽ ഉള്ള ഐസ് കാണാം, അടിയിലേക്ക് നമ്മൾ പൊട്ടിച്ചു കഴിഞ്ഞാൽ അടിയിൽ വെള്ളമായിരിക്കും. അപ്പോൾ ആ ആനിമൽസിനൊക്കെ അവിടെ നിലനിൽക്കാൻ പറ്റുന്നുണ്ട്. അത് ഈ പിന്നെ വാട്ടറിന്റെ ഈ ഒരു പ്രത്യേകത കാരണമാണ്. ഏത് പ്രത്യേകത? അതിന്റെ ഡെൻസിറ്റി മാക്സിമം വരുന്നത് 4 ഡിഗ്രി സെന്റിഗ്രേഡിലാണ്. അപ്പോൾ 4 ഡിഗ്രി സെന്റിഗ്രേഡിൽ താഴെ കഴിഞ്ഞാൽ ഡെൻസിറ്റി കുറയും, അപ്പോൾ വെള്ളത്തിന്റെ മുകളിൽ അത് നിൽക്കും. അപ്പോൾ അവിടുന്ന് മുകളിൽ നിന്ന് താഴത്തേക്കാണ് ഐസ് ഫ്രീസ് ആയിട്ട് മാറുന്നത്. ഇനി വാട്ടറിന്റെ മറ്റൊരു പ്രത്യേകത, വാട്ടർ ഹാസ് ഹയസ്റ്റ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഏറ്റവും കൂടുതലുള്ളത് വാട്ടറിനാണ്. എപ്പോഴും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. സോ വാട്ടർ ഇസ് യൂസ്ഡ് ആസ് കൂളന്റ് ഇൻ ഓട്ടോമൊബൈൽ റേഡിയേറ്റേഴ്സ്. നമ്മൾ വാഹനങ്ങളുടെ റേഡിയേറ്റേഴ്സ് ഉണ്ട്, അതിൽ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വാട്ടറാണ് യൂസ് ചെയ്യുന്നത്. കാരണം എന്താണ്? അതിനെ ഹീറ്റ് സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടുതലാണ്. അതുപോലെ തന്നെ ആസ് വെൽ ആസ് ഹീറ്റർ ഇൻ ഹോട്ട് വാട്ടർ ബാഗ്സ്. നമ്മൾ ഈ ദേഹത്തൊക്കെ ചൂട് പിടിക്കാൻ വേണ്ടിയിട്ട് ഹോട്ട് വാട്ടർ ബാഗ്സ് യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ അവിടെ നമ്മൾ വാട്ടറാണ് യൂസ് ചെയ്യുന്നത്. വാട്ടറിന് അപ്പം എന്ത് കൂടുതലാണ്? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കൂടുതലാണ്. ഇനി ഗ്രാഫ് ഷോയിങ് വേരിയേഷൻ ഓഫ് വോളിയം ഓഫ് വാട്ടർ വിത്ത് ടെമ്പറേച്ചർ. ഫസ്റ്റ് കേസിൽ അപ്പൊ ഇവിടെ ഗ്രാഫ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നോക്കുക, ഇത് വോളിയം ആണ്, വാട്ടറിന്റെ വോളിയം ആണ്, ഇത് ടെമ്പറേച്ചർ ആണ്. അപ്പൊ നമ്മൾ നോക്കുക, ടെമ്പറേച്ചർ നമ്മളിങ്ങനെ കൂട്ടി കൊണ്ടുവരികയാണ്. ടെമ്പറേച്ചർ കൂട്ടി കൊണ്ടുവരുന്ന സമയത്ത് ഇതാ എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെ വോളിയം കുറഞ്ഞു വന്നു ഈ പോയിന്റിലെത്തി. അപ്പോൾ ഇവിടെ വോളിയം വരുന്നത് ഏറ്റവും മിനിമം ആവുന്നത് എത്രയാണ്? 4 ഡിഗ്രി സെന്റിഗ്രേഡ് ആണ്. പിന്നെ വോളിയം എന്ത് ചെയ്യാണ്? കൂടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നേരത്തെ നമ്മൾ പറഞ്ഞു ഡെൻസിറ്റി മാക്സിമം വരുന്നത്, ഡെൻസിറ്റി പറഞ്ഞാൽ മാസ് ബൈ വോളിയം. അപ്പൊ ഡെൻസിറ്റി മാക്സിമം വരുന്നത് 4 ഡിഗ്രി സെന്റിഗ്രേഡ് ആണ്. അപ്പൊ മാസ് ബൈ വോളിയം, അപ്പൊ ഏറ്റവും വോളിയം ഏറ്റവും കുറവ് വരുന്നത് ഏത് സമയത്താണ്? 4 ഡിഗ്രി
സെന്റിഗ്രേഡ്. ഇനി രണ്ടാമത്തത് ഏതാ വരുന്നത് നോക്കുക, വേരിയേഷൻ ഓഫ് ഡെൻസിറ്റി ഓഫ് വാട്ടർ വിത്ത് ടെമ്പറേച്ചർ. അപ്പൊ ഇവിടെ ഡെൻസിറ്റി ആണ് y ആക്സിസിൽ വരുന്നത്, അതുപോലെ തന്നെ ടെമ്പറേച്ചർ ആണ് ഏത് x ആക്സിസിൽ വരുന്നത്. അപ്പൊ ഇവിടെ നോക്കുക, മാക്സിമം ഡെൻസിറ്റി വരുന്നത് ഈ പോയിന്റിലാണ്. ഈ പോയിന്റ് എന്ന് പറയുന്നത് ഇവിടെ x ആക്സിസിൽ ടെമ്പറേച്ചർ എത്ര വരുന്നത് 4 ഡിഗ്രി സെന്റിഗ്രേഡ്. അപ്പോൾ 4 ഡിഗ്രി സെന്റിഗ്രേഡിലാണ് ഡെൻസിറ്റി മാക്സിമം. അപ്പോൾ ഇത് ഡെൻസിറ്റിയും ടെമ്പറേച്ചറും തമ്മിലുള്ള ഗ്രാഫ്, അതുപോലെ തന്നെ ഇവിടെ വോളിയവും ടെമ്പറേച്ചറും തമ്മിലുള്ള ഗ്രാഫ്, ഈ ഗ്രാഫുകൾ ചോദിക്കാറുണ്ട്.